ഞാൻ കുറച്ച് ഓവറായില്ലേ? AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. DYFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട്, ഉന്നത കുല ജാഥയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് ആ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പൊ വിജിലൻസിന്റെയും കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിൽ അടയിരിക്കുകയാണ്. ഒരു തെളിവുകൾ പോലും കൊടുക്കാതെ മുക്കി വെച്ചിരിക്കുക ഈ നഗരസഭ. ആ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത്. അപ്പൊ എന്തിനാ അസ്വസ്ഥരാകുന്നത്? വേറൊരു കാര്യം, എന്തോ പരാമർശം മാധു എത്രയോ വർഷം കൊണ്ട് മാധ്യമ ചർച്ചകളിലും പ്രസംഗത്തിലും ഒക്കെ പ്രസംഗിക്കുക ചെയ്യുന്ന ആളാണ് ഞാൻ. വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. ഞാനിന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി. ഞാനൊരു സിസ്റ്റത്തിന്റെ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞില്ല, ആ പോസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ തുറന്നു കാട്ടാൻ വേണ്ടി ഞാൻ സംസാരിച്ച് പത്രസമ്മേളനം നടത്തി. അതെനിക്ക് ഇഷ്ടമില്ല. അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പക്വത. അപ്പോൾ എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല? അത് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ, കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥ, ആ സാഹചര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അല്ലാതെ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസങ്ങളാണ് ഞാൻ പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ചർച്ചയിൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഞാൻ സിസ്റ്റത്തെയാണ് എപ്പോഴും, ആ സിസ്റ്റത്തെയും ആശയത്തിന്റെ പരാജയത്തെയുമാണ് പറയുന്നത്. ഈ ചർച്ച BV രാജേഷിനോട് അംഗം വിട്ടാനുള്ള ചർച്ചയല്ല. അങ്ങനെ ആക്കിയതിനെ ലാഘവ ബുദ്ധിയോടെ കാണരുത്. അത് ആശയ പാപ്പരത്വമാണ്, അത് രാഷ്ട്രീയമായി പക്വതയില്ലായ്മയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.